ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് പറയാൻ പോകുന്നത് ഞാൻ 74 kg എങ്ങനെ 53 kg ട്രാൻസ്ഫോർമേഷൻ നടത്തിയപ്പോൾ ഞാൻ ചെയ്ത ഡയറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ എനിക്ക് ഒരുപാട് മെസ്സേജസും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് എടുത്തിട്ടുണ്ടായിരുന്ന ഡയറ്റും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് 1 month റൊട്ടീനായിട്ട് നിങ്ങളിത് എടുക്കുക. കുറച്ച് ബുദ്ധിമുട്ടാണ്, എനിക്കും നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മൾ പെട്ടെന്ന് നമ്മുടെ സാധാരണ കഴിക്കുന്ന ഫുഡിന് നമ്മൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി കഴിക്കാൻ തുടങ്ങുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാനിപ്പോൾ എടുത്ത ഡയറ്റ് എന്നെ സംബന്ധിച്ച് എനിക്ക് കുറച്ച് ടഫായിട്ടായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം എനിക്ക് എങ്ങനെയെങ്കിലും വെയിറ്റ് കുറച്ചാൽ മതി എന്നുള്ള ഒറ്റ ചിന്തയിലാണ് ഞാനത് എടുത്തത്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് 1 month 10 kgs വരെ റെഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വെയിറ്റ് ലോസ് ജേണിയുടെ ഡയറ്റാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ ഒരു 6 മണിക്കാണ് ഞാൻ എണീറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം കുടിച്ചിരുന്നത് ജീരകവെള്ളത്തിൽ ചെറുനാരങ്ങ നീര് പിഴിഞ്ഞിട്ടാണ് ഞാൻ കുടിച്ചിരുന്നത്. അതായത് നമ്മൾ ചൂടാക്കി വെച്ചാണ് ജീരകവെള്ളത്തിൽ ചെറുനാരങ്ങ നീര് പിഴിഞ്ഞിട്ട് വെറും വയറ്റിൽ ഞാൻ കാലത്ത് 6 മണിക്ക് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് മാറി പിന്നെ ഞാനൊരു കോഫിയിൽ ചിയാ സീഡൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു ഡ്രിങ്ക് കുടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് വെറും ചൂടുവെള്ളം, കോഫി നമ്മൾ പഞ്ചസാര ഇടാണ്ട് കോഫി ഉണ്ടാക്കുക, എന്നിട്ട് അതിൽ ചിയാ സീഡ് കുതിർക്കാൻ തലേദിവസം ഇങ്ങനെ കുതിർത്ത് വെച്ച ചിയാ സീഡ് ഇട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഹണിയോ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഹണി ആഡ് ചെയ്തിട്ട് അത് മിക്സ് ചെയ്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ചിയാ സീഡിന്റെ ഡ്രിങ്ക് ഞാൻ ഉണ്ടാക്കുന്ന രീതി ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നോക്കണവർക്ക് നോക്കാം, ഇല്ലാത്തവർക്ക് നോർമൽ നമ്മൾ കോഫി എങ്ങനെ ഉണ്ടാക്കാം അതിൽ പഞ്ചസാര ആഡ് ചെയ്യാണ്ട് വെറുതെ കാപ്പി ഉണ്ടാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ചിയാ സീഡ് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് അതിലേക്ക് മധുരത്തിന് വേണ്ടി പഞ്ചസാര ആഡ് ചെയ്യരുത് ഈ ഡ്രിങ്കിലൊന്നും. നമ്മൾ ഹണി ആഡ് ചെയ്തിട്ട് കുടിക്കുക. ഈ 2 ഡ്രിങ്കാണ് ഞാൻ മാറി ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു 9:30 10 ആവുമ്പോൾ 2 ബ്രെഡ് അതിൽ പീനട്ട് ബട്ടർ സ്പ്രെഡ് ചെയ്യുക, പിന്നെ 3 എഗ് വൈറ്റ്. അല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ 2 ചപ്പാത്തി പീനട്ട് ബട്ടർ 3 എഗ് വൈറ്റ്. ഇതാണ് ഞാൻ രാവിലെ 9:30 10 ആവുമ്പോൾ ഞാൻ കഴിച്ചിട്ടുള്ളത്. ലഞ്ചിന് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ബൗള് റൈസ്, കുറച്ച് ചിക്കൻ കറി ആണെങ്കിൽ ചിക്കൻ കറി, ഇല്ലെങ്കിൽ ഫിഷ് കറി ആണെങ്കിൽ ഫിഷ് കറി. അത് ഞാൻ കഴിച്ചിട്ട് ഇങ്ങനെ മാറി കഴിച്ചിരുന്നു. എന്ത് ചിക്കൻ ആണെങ്കിൽ ചിക്കൻ, അല്ലെങ്കിൽ ഫിഷ് ആണെങ്കിൽ ഫിഷ്, ഇല്ലെങ്കിൽ ഗ്രീൻ ബീൻസ് കറി ആണെങ്കിൽ അങ്ങനെ എന്ത് കറിയാണുള്ളത് അത്. ഒരു ബൗള് റൈസ്, കറി, കുറച്ച് വെജിറ്റബിൾ, അങ്ങനെയാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ 2 ചപ്പാത്തി ഇല്ലെങ്കിൽ 3 ചപ്പാത്തി, കറി, വെജിറ്റബിൾസ്. ഇതാണ് ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളെ സംബന്ധിച്ച് ഉച്ചയ്ക്ക് ചോറിനാണ്ടിരിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ചോറാണ് കൂടുതലും ഞാൻ കഴിച്ചിട്ടുള്ളത്. ഉച്ചയ്ക്ക് ഒരു ബൗള് റൈസ്, ചിക്കൻ കറി ആണെങ്കിൽ ചിക്കൻ കറി, ഇല്ലെങ്കിൽ വെജിറ്റബിൾസ് കറി ആണെങ്കിൽ വെജിറ്റബിൾസ് കറി, അതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസും റോ വെജിറ്റബിൾസ് ആണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇല്ലെങ്കിൽ ചപ്പാത്തി, കറി, വെജിറ്റബിൾസ്. ഇങ്ങനെയാണ് ഞാൻ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഒരു 12:30 അല്ലെങ്കിൽ ഒരു 12:30 1:30 ഞാൻ എന്തായാലും എൻ്റെ ലഞ്ച് ഫിനിഷ് ചെയ്തിട്ട് ഈവനിങ് സ്നാക്കായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഒന്നില്ലെങ്കിൽ ലെമൺ ടീ കഴിക്കാം, ഇല്ലെങ്കിൽ ആപ്പിൾ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സീസണൽ ഫ്രൂട്ട് ഏതായാലും കഴിക്കാം. ആപ്പിളോ അങ്ങനെ ഇന്നത് ഫ്രൂട്ട് എന്നൊന്നില്ലേ, നിങ്ങൾക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള എന്ത് ഫ്രൂട്ട്സ് വേണമെങ്കിലും കഴിക്കാം. പിന്നെ കോൺ ചാറ്റ് പോലെ ആക്കിയിട്ടോ, ഞാൻ ചാറ്റ് പോലൊക്കെ ആക്കിയിട്ട് കഴിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ സ്വീറ്റ് കോണിൽ കുറച്ച് പെപ്പറും മല്ലിയില, സബോള, തക്കാളിയൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് ലെമൺ സ്ക്വീസ് ചെയ്ത് ഒഴിച്ച് ഉപ്പിട്ടിട്ട് കഴിച്ചിരുന്നു. അങ്ങനെയും കഴിക്കാം. ഇല്ലെങ്കിൽ ആപ്പിള് തന്നെ, അങ്ങനെ ഓപ്ഷണലായിട്ട് മാറി കഴിക്കാം. ഇതിൽ ലെമൺ ടീ ഞാൻ എന്തായാലും കുടിച്ചിരുന്നു. ഡെയിലി ഞാൻ ഈവനിങ്ങിന് ലെമൺ ടീ കുടിച്ചിരുന്നു. അതിൻ്റെ ഒപ്പം എന്ത് ഫ്രൂട്ടാണോ കിട്ടണം അങ്ങനെ ഒരു ഫ്രൂട്ടും, ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കണില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ കോൺ ചാറ്റാക്കിയിട്ടോ ഇല്ലെങ്കിൽ കോൺ ആവിയിൽ പുഴുങ്ങിയിട്ട് എടുക്കണ കോണായാലും ഇതിലേതായാലും കുഴപ്പമില്ല, അങ്ങനെ നമുക്ക് കഴിക്കാം.
നൈറ്റ് എന്തായാലും 6:30 7:30 ഉള്ളിൽ നിങ്ങൾ ഡിന്നർ അവസാനിപ്പിച്ചേ പറ്റൂ. അല്ലാണ്ട് അത് വൈകി പോകരുത് കേട്ടോ. എന്നാലാണ് നമ്മൾ പറഞ്ഞ റിസൾട്ടൊക്കെ ഉണ്ടാവുള്ളൂ. 6:30 7:30 ഉള്ളിൽ നമ്മുടെ ഡിന്നർ അവസാനിപ്പിക്കണം. ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ബൗൾ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എന്തെല്ലാം ഫ്രൂട്ട്സ് കിട്ടണോ അതെല്ലാം ഒരു ബൗളിൽ, ഒരു മീഡിയം സൈസ് ബൗളിലാക്കി അങ്ങനെ കഴിക്കാം. വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഒന്ന് ഹണി കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന്. പിന്നെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ബൗൾ, അതിൽ നമുക്ക് ചെറുപയർ മുളപ്പിച്ചത്, കടല, വെള്ളക്കടല, അങ്ങനെ ഇഷ്ടമുള്ളതെല്ലാം ആഡ് ചെയ്യാം. വെള്ളക്കടലൊക്കെ ആഡ് ചെയ്യണത് നല്ലതാട്ടോ. ചെറുപയർ മുളപ്പിച്ചതൊക്കെ നല്ലോണം ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ ലീഫി വെജിറ്റബിൾസ്, ചീര, പാലക്ക്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാം. പിന്നെ എന്തെല്ലാം വെജിറ്റബിൾസ് നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എന്തൊക്കെയാണോ, ക്യാരറ്റ്, കുക്കുംബർ, തക്കാളി, എന്തൊക്കെയാണോ ഇഷ്ടം അതെല്ലാം ആഡ് ചെയ്ത് വേണമെങ്കിൽ ഒരു സലാഡ് പോലെ ആക്കിയിട്ട് ലെമണൊക്കെ സ്ക്വീസ് ചെയ്ത് പെപ്പർ പൗഡറൊക്കെ ഇട്ടതിന് ശേഷം ഒരു സലാഡ് പോലെ ആക്കിയിട്ട് അങ്ങനെ കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കുക. ഇത് രണ്ടുമാണ് ഞാൻ മാറി മാറി കഴിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഈ പറയണ കേൾക്കുമ്പോൾ ഭയങ്കര ഈസിയാണ്, പറയാനൊക്കെ ഈസിയാണ്, പക്ഷെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്കതൊരു 1 വീക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, നല്ല ടൈറ്റ് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ശീലിച്ചേർന്ന ഒരു ഭക്ഷണ രീതിയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് വേറൊരു രീതിയിലേക്ക് മാറുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ ചെയ്തത് കൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് നിങ്ങൾ ഈ ബുദ്ധിമുട്ട് കാരണം നിങ്ങളിത് മാറ്റി വെക്കരുത്. നമ്മളിത് ഇതൊരു 1 മന്ത് നിങ്ങൾ കറക്റ്റ് റൊട്ടീനിൽ നിങ്ങൾ കഴിച്ച് നോക്കുക. നിങ്ങളുടെ ഡയറ്റ് പ്ലാനിൽ ഇതൊക്കെ ഉൾപ്പെടുത്തുക. നിങ്ങൾക്ക് എന്തായാലും 10 കിലോ വരെ 1 മന്തിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും, ഉറപ്പാണ്. ഞാനിത് പിന്നെയും പറയണത് അതുകൊണ്ടാണ്. നിങ്ങളിത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ, നമ്മുടെ ഈ ഡയറ്റ് പ്ലാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്.